അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഭീമാകാരന്മാരായിരുന്നു ആദ് ഗോത്രത്തിന്റെയും സമൂദ് ഗോത്രത്തിന്റെയും അനിവാര്യമായ ദുരന്തങ്ങളുടെ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനം വരെ വരുന്ന ജനതയെ കൊണ്ട് പാരായണം ചെയ്യിപ്പിച്ചത് ആദ് ഗോത്രത്തിന്റെയും സമൂദ് ഗോത്രത്തിന്റെയും തകർച്ചകളുടെ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ താഴ്ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ ലക്കും നദീറുൻ മുബീൻ ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ വൽ കസ്മ വഹുവ ഷഹീദ്. കേൾക്കാൻ ചെവികളുള്ള, കാണാൻ കണ്ണുകളുള്ള, ചിന്തിക്കാൻ ഹൃദയമുള്ള ഒരു സമൂഹത്തിന് ഇതിലൊക്കെ ധാരാളം ഗുണപാഠമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സമൂഹത്തിന്റെ പതനകഥയുടെ പുറകുഭാഗത്ത് എഴുതി വെച്ചത് ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സമൂഹത്തിന് അതിൽ നിന്ന് ഗുണപാഠമുണ്ടാകുവാനാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കാരണന്മാരൊക്കെ നമ്മളെ വഴിതെറ്റി നടക്കുമ്പോൾ ഉപദേശിക്കുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഇതൊക്കെ ഈ ഉപദേശം കിട്ടി നീ നന്നായിട്ടില്ലെങ്കിൽ പിന്നീട് നീ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും. എല്ലാവരും പറയുന്ന അല്ലാഹുവിന്റെ ഖുർആൻ സ്വീകരിച്ച ശൈലി, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഗുണപാഠമുണ്ടാകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പ് നമ്മുടെ കാരണന്മാര് പോലും നമ്മളോട് പറയാറുണ്ട്. ഈ പോക്ക് അപകടമാണ്, ഈ രീതിയിൽ പോയാൽ അവസാനം നിന്നെ സഹായിക്കാൻ ഒരാളുമില്ലാത്ത അവസ്ഥയിൽ നിന്റെ വാർദ്ധക്യകാലത്ത് നീ അനുഭവിക്കേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പ് നമ്മുടെ കാരണന്മാര് പിതാക്കന്മാരോട് നമ്മോട് പറയുന്നത് പോലെയോ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് തകാസുറിലൂടെ ഇന്നലെ 2 ആയത്തുകൾ നമ്മൾ പഠിപ്പിച്ചതുപോലെ ആ ഖുർആൻ നമ്മോട് ചോദിച്ചത് ഹാഖുമുത് തകാസുറു ഹത്താ സുലുത്തുൽ മഖാബിർ, നിങ്ങളുടെ അഹങ്കാരവും ഈ അത്യാഗ്രഹവും ഈ ആപൽക്കരമായ പ്രവണതകളും ഏതുവരെയാണ് നിങ്ങളെ കൊണ്ടുപോകുക? ഹത്താ സുലുത്തുൽ മഖാബിർ, പള്ളിക്കാട്ടിൽ നിങ്ങൾ അടക്കപ്പെടാറുള്ളവരാണ്. 6 അടി മണ്ണുകളില്ലാതെ ജീവിതത്തിൽ സ്വന്തമായി മറ്റൊന്നും ഇല്ലാത്തവരാണ്. എല്ലാം കെട്ടിപ്പിടിച്ച് ജീവിച്ചാലും ഒന്നുമില്ലാതെ കൈ നെഞ്ചിലേക്ക് കെട്ടിവെച്ച് വിഭൂതിയിലേക്ക് മണ്ണിലേക്ക് ചേർന്ന് പോകാറുള്ളവരാണ് നീ എന്ന ബോധത്തോടുകൂടിയേ ഈ ഭൂമിയിൽ ജീവിക്കാവൂ. നാളെ മരിക്കുമെന്ന ബോധത്തോടെ ജീവിക്കാവൂ. ആ ഒരു ബോധത്തോടെ ജീവിക്കാതെ അത്യാർത്ഥികളുടെ നരകട്ടങ്ങളായി നിങ്ങളുടെ ജീവിതം മാറിപ്പോയാൽ ഈ ഖുർആൻ പറഞ്ഞ പരമപ്രധാനമായ ഉപദേശത്തിൽ നിന്ന് നാളെ മരിച്ചിട്ട് മണ്ണിനടിയിൽ കിടക്കേണ്ടവരാണ് എന്ന ബോധം നിന്റെ ഹൃദയത്തിൽ നിന്ന് മാറി എല്ലാം ആസ്വദിച്ചും സുഖിച്ചും ജീവിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ ഒരു കാരണവരെ പോലെ അല്ലാഹു പിന്നീട് മുന്നറിയിപ്പ് നൽകുകയാ. അല്ലാഹുവിന്റെ സൂറത്ത് തകാസുറിന്റെ ഇന്നലെ ചർച്ച ചെയ്ത ഭാഗത്ത് നിന്ന് 2ാമത്തെ ഭാഗത്തേക്ക് ഞാൻ കടന്നു പോവുകയാണ്. 2ാമത്തെ ഭാഗം ഭേകനായ അല്ലാഹുവിന്റെ മുന്നറിയിപ്പ്. ആദ്യത്തെ ഭാഗം നമ്മളോടുള്ള ഉപദേശമാണ്, മരണത്തിന് മുന്നിൽ കണ്ട് ജീവിക്കണേ. ആ ഭാഗം ഇന്നലെ വിശാലമായിട്ട് ഞാൻ പറഞ്ഞു തന്നല്ലോ. 2ാമത്തെ ഭാഗം അല്ലാഹു പറയുകയാ, ആ ഉപദേശത്തെ പുറകാല് കൊണ്ട് തട്ടിമാറ്റി വീണ് തെമ്മാടിത്തരത്തിന്റെ അധപതനത്തിലൂടെ ജീവിക്കാനാണ് ഭാവമെങ്കിൽ മോനെ നീ വിചാരിച്ചതുപോലെ അവസാനിക്കുകയില്ല ഈ ലോകം. കെല്ല എന്ന് പറഞ്ഞാൽ ഒരാളുടെ മനസ്സിന്റെ ധാരണകളെ തിരുത്താൻ അറബിയിൽ ഉപയോഗിക്കുന്ന ഭാഗമാണ് കെല്ല. അങ്ങനെയല്ല നീ വിചാരിക്കുന്നതും കണക്ക് കൂട്ടുന്നതും പോലെയല്ല. നീ ചെയ്യുന്ന എല്ലാ ദുർക്കർമ്മത്തിന്റെ അനന്തരഫലം നീ തന്നെ അത് അനുഭവിക്കേണ്ടതാണ്. എല്ലാം നീ എന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നിന്റെ ജീവിതത്തിൽ മാത്രമല്ല, അത് നിന്റെ പ്രകൃതിയിൽ മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാ. ആകാശത്ത് പ്രതിഫലിക്കുന്ന സൂര്യന്റെ പ്രകാശം നിന്റെ ശരീരത്തിൽ ഏൽക്കുമ്പോ തൊലികൾ പോലും ഒഴിഞ്ഞു പോകുന്ന രീതിയിൽ എല്ലാ നിന്റെ പ്രവർത്തന വൈകല്യത്തിന്റെ അനിതര സാധാരണമായ പ്രതിഫലമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ ലോകാവസാനത്തിന്റെ മുന്നോടിയായി ലോകത്തെ എങ്ങനെ ഒരുക്കണമോ ആ ഒരു രീതിയിലേക്ക് കടന്നു പോവുകയാ. അതിന്റെ കഥ നിങ്ങളെ പഠിക്കാത്തതല്ല, സമൂഹത്തിന്റെ കഥ നിങ്ങൾ പഠിപ്പിക്കാത്തതല്ല. ഇത് ജാലക്കും ഖുലഫാ മിൻ ബഅദി ആദിന വബവഅകും ഫിൽ
الأرض أتتخذون من سهولها قصورا وتنحتون من الجبال بيوتا فاذكروا آلاء الله ولا تعثوا في الأرض مفسدين. അല്ലാഹു പറയാണ്, പടച്ചറപ്പ് നിനക്ക് തന്ന അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് ജീവിക്കണേ. വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ. ഈ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പക്കാരെ പോലെ ജീവിക്കാൻ പാടില്ല. ഈ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. ഏത് സമയത്ത് മനുഷ്യൻ ഭൂമിയിൽ കുഴപ്പം വിധിക്കുന്നുവോ ആ സമയത്ത് അവൻ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ക്രമാതീതമായി കുതിച്ചുയരുന്ന ചൂട്, 4 പേര് കൂടുന്നിടത്ത് വർത്തമാനമേറാ. ആരെ കണ്ടാലും ഇപ്പോൾ ആദ്യം പറയുന്നത് എങ്ങനെയുണ്ടെന്നാണ് നേരത്തെ ചോദിച്ചത്. ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് എന്തോ ഒരു ചൂടാണ്. എവിടെ പോയാലും ഇന്ന് മലയാളി എന്നല്ല, ഓരോരുത്തരും ആദ്യം കാണുന്നത് എന്തൊക്കെയുണ്ട് വിശേഷമെന്നല്ല. അതിനു മുമ്പേ കോളർ കരട് കൊണ്ടൊന്ന് തട്ടി നാട്ടിയിട്ട് എന്തോ ഒരു വല്ലാത്ത ചൂടാ. പൊന്നുമോനെ, ഏതാ ഈ ചൂടെന്ന് നിനക്കറിയുമോ? ഇമാമുന മുസ്ലിം റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന അഹ്മദ് കബീർ അനുമാനം പറയുന്നതല്ല, ഇസ്ലാമിക ലോകത്തിന്റെ പ്രബലമായ മാനദണ്ഡ ഗ്രന്ഥമായ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, സഹാബ, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ചൂട് ക്രമാതീതമായി വർദ്ധിച്ചാൽ, നിങ്ങളൊരു കാലഘട്ടം എത്തുമ്പോ ആ സമയത്ത് ചൂട് ക്രമാതീതമായി വർദ്ധിച്ചാൽ, ആ സമയത്ത് നിങ്ങൾ നമസ്കാരത്തെ പിന്തിച്ചോളണേ. ആ സമയത്ത് നമസ്കാരം കറക്റ്റ് സമയത്ത് തന്നെ. അറിയാമല്ലോ, നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കേണ്ടതാ. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നമസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കണമെന്ന. എന്നാൽ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുകയും വെളിയിലോട്ടിറങ്ങിയാൽ നിങ്ങളുടെ ശരീരത്തിന്റെ തൊലി പോലും ചുട്ടുകൊള്ളുന്ന ഒരവസ്ഥ വന്നാൽ നിങ്ങൾ നമസ്കാരത്തെ പിന്തിച്ചോളൂ സഹാബ. ആ ചൂട് കാരണത്താൽ നമസ്കാരത്തെ ആ സമയത്ത് നിങ്ങൾ നിർവഹിക്കണ്ട. ആ സമയത്ത് നമസ്കാരം പിന്തിക്കൽ അനുവദനീയമാണ്. ആ സമയത്ത് നിങ്ങൾ വെളിയിലിറങ്ങരുത്. ചൂട് വല്ലാതെ കൂടി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വെളിയിലിറങ്ങരുത്. കാരണം എന്തെന്നറിയോ? ഈ ചൂട് സൂര്യന്റെ ചൂടല്ല, സുഷിരം വന്നപ്പോ ഉണ്ടായതല്ല. ശാസ്ത്രമേതൊക്കെ നിഗമനം പറഞ്ഞാലും ഇത് കമ്പനിയുടെ പുകവാതകം വന്നതുകൊണ്ട് അന്തരീക്ഷത്തിൽ പൊല്യൂഷൻ ഉണ്ടായതല്ല. അത് മാത്രമല്ല, കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, എന്താ ഈ ചൂടെന്നറിയോ? ആ ചൂട് സഹബ, ഇത് നരകത്തിന്റെ ചൂടിന്റെ ഒരു ഭാഗം ഭൂമിയിലേക്ക് പതിക്കുന്നതാണ്. ചില സമയത്ത് നരകത്തിന്റെ ചൂട് വല്ലാതെ ചൂട് കൂടുമ്പോ അത് ഭൂമിയിലേക്ക് പതിക്കുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നരകത്തെ കുറിച്ച് പറയുമ്പോ പേടിയില്ലാതെ, സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ ആശയില്ലാതെ, ആധുനിക ലോകത്തിന്റെ അധപതനത്തിലൂടെ നടന്നു പോകുന്ന പുതുതലമുറയോട് ഈ ചൂട് പോലുമാണ് നരകത്തിന്റെ ചൂടാണിത് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നിർത്തിയില്ല. മുസ്ലിം എടുത്ത് തുറന്നു നോക്കാൻ ഹദീസിൽ കാണാം, സഹാബ, ഒരു ദിവസം അല്ലാഹുവിനോട് നരകം ആവലാതി പറഞ്ഞു അത്രേ. ഈ ചൂടില് കേൾക്കേണ്ട വഴലാണിത്. പറഞ്ഞത് തന്നെ പറയാനല്ല, സാഹചര്യം അനുസരിച്ച് പറയാനാണ് നല്ലത്. നരകമൊരിക്കൽ അല്ലാഹുവിനോട് പരാതി പറഞ്ഞു, അല്ലാഹുവേ. നരകം അല്ലാഹുവിനോട് പരാതി പറഞ്ഞു, നരകം അല്ലാഹുവിനോട് പരാതി പറയുമല്ലോ. നിങ്ങൾ ആരും അത്ഭുതപ്പെടേണ്ട, നരകം പരാതി പറയോ? അതേ ഖുർആൻ പറയുന്നത് നരകം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വലിയ കുഴി കുടിച്ചിട്ട് അല്ലാഹുവിനകത്ത് കുറെ തീക്കട്ട ഇട്ടിട്ട് മനുഷ്യനെ ഇട്ടാൻ പറ്റുന്ന കുണ്ടല്ല. നരകം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലെ സംസാരിക്കുന്ന ഒരു സൃഷ്ടിയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നരകമെന്ന് പറഞ്ഞാൽ ഒരു വലിയ കൂടാരം ഉണ്ടാക്കിയിട്ട് അള്ളാഹുവിനകത്ത് കുറെ പാമ്പും തേളും കുറെ തീക്കട്ട ഇട്ടൊരു കുഴിയല്ല നരകം. നരകം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ സംസാരിക്കും. മനസ്സിലായോ? മനസ്സിലായില്ല?
നിങ്ങൾ വിചാരിച്ച നരകം എന്നൊരു കുഴി കുടിച്ചിട്ട് അവിടെ ഇട്ടിരിക്കാൻ അല്ല. നരകം എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ശക്തിയാണെന്ന് വിശുദ്ധ ഖുർആൻ. ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ. മനസ്സിലാവാനാണ് നമുക്ക് പറയേണ്ടത്. ഇന്ന് തലയാട്ട മനുഷ്യന്മാരെ അത് പാടൂല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. എല്ലാരും ഇപ്പൊ നേരത്തെയൊക്കെ നമ്മൾ പറയും എന്തുണ്ട് വിശേഷം ചോദിക്കണതിനപ്പുറം ചിങ്ങനെ ഇട്ടിട്ട് എന്താ ചൂട്. 68 വർഷത്തിനിടയിൽ ഇത്രയും വലിയ ചൂടുണ്ടായിട്ടില്ല. ആ ചൂട് നരകത്തിന്റെ ചൂടൻ. അതാണ് സൂറത്ത് തകാസുർ അവസാനം പറഞ്ഞ പ്രമേയം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഞാൻ ഈ ഒരു ചൂട് വന്നതുകൊണ്ടാണ് ഈ സൂറത്ത് തന്നെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. നരകം എന്ന് പറഞ്ഞാൽ സംസാര ശക്തിയുള്ള പടച്ചറപ്പിന്റെ ഒരു സിദ്ധിപ്പാ. അള്ളാഹു പറയുകയാ, നാളെ നരകം അള്ളാഹു നരകത്തോട് വിളിച്ചു ചോദിക്കും, നരകമേ നിന്റെ വയറ് നിറഞ്ഞോ? നരകമേ. ആ സമയത്ത് നരകം നമ്മളെ പോലെ സംസാരിക്കുമത്രേ, അല്ലാ എന്റെ വയറ് നിറഞ്ഞിട്ടില്ല അല്ലാ. എല്ലാ തമ്മാടികളും എന്റെ വയറിലോട്ട് വന്നാലും എന്റെ വയറ് നിറയില്ലെന്ന് നരകം തമ്മാടികളുടെ നേരെ വർത്തമാനം പറയുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നരകം സംസാരിക്കുമെന്ന്